തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ തിവാത്സല്യമായ ശുശ്രൂഷ അന്നാഥ, അവിടുന്ന് കർത്താവെ അങ്ങയുടെ ജനത്തെ നയിക്കത്തക്കൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് തന്നിരിക്കുന്ന ഈ സാവകാശത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അത് അവിടുന്ന് കർത്താവെ ഈ ശുശ്രൂഷയിൽ കൂടെ കർത്താവെ അങ്ങയുടെ വചനം ആഴമായി തൻ്റെ ജനത്തിൽ സ്പർശിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് മാറ്റം വരുത്തത്തക്കോണം അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട് കർത്താവ്, എങ്കിലും ബലപ്പെടുത്തുന്ന അങ്ങയുടെ ശ്രേഷ്ഠ കൃപ അടികളെ ഓരോ ദിവസവും വഴി നടത്തത്തക്കോണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജനം അങ്ങയുടെ അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടെ കർത്താവെ, ഈ വചനം ഏറ്റവും ലളിതമായ തൻ്റെ ജനത്തിന് എത്തിക്കുക മാത്രമല്ല കർത്താവ്, വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യക്തമായ ക്രിയ ചെയ്യുവാൻ കർത്താവ്, മാറ്റങ്ങൾ വരുത്തുവാൻ അങ്ങയുടെ കർത്താവ് നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഈ വചനത്തിൽ കൂടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ നാമത്തിനായി നിൻ്റെ കൃപയിൽ ബലപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഈ സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ മുന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മത്തെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ പലതിനെയും ആശ്രയിക്കാൻ പരിശ്രമിക്കാറുണ്ട്. ഓരോ ജീവിത സാഹചര്യങ്ങൾക്കൊത്തവണ്ണം, അതായത് നമ്മുടെ വ്യക്തിഗതമായാലും സാമൂഹികമായാലും ദാമ്പത്തികമായാലും കുടുംബജീവിതമായാലും ഏതുമായിക്കൊള്ളട്ടെ, ആത്മീയമായാലും അതിൻ്റെ വിവിധ തലങ്ങളിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുവാൻ പരിശ്രമിക്കും. ഈ പരിശ്രമമൊക്കെയും പലപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന ചിന്തകൾക്കൊത്തവണ്ണമുള്ള, അതായത് ബലഹീനരായ നമ്മുടെ ആ പരിമിതമായ ചിന്തകളിൽ കടന്നു വരുന്ന ആലോചനകൾക്കൊത്തവണ്ണമാണ് ഇതിനൊക്കെ ഒരു നീക്കുപോക്ക് കാണുവാൻ നാം പരിശ്രമിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് നല്ല കൂട്ടാളിയായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുവാനോ, നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് കടന്നു എന്ന് കർത്താവിനെ ആ പ്രതിസന്ധിയിലേക്കൊന്ന് ആനയിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കത്തക്കോണം ഒന്ന് പറയുവാനുള്ള മനസ്സോ അല്ലെങ്കിൽ സാഹചര്യമോ പലപ്പോഴും നാം ഒരുക്കാറില്ല. ഇപ്രകാരം മുൻപോട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും ഒരു ചെറിയ പ്രതിസന്ധി അത് വലിയ ആഴമേറിയ പ്രയാസങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ പിന്നെ ആണ് പലപ്പോഴും ജനം ദൈവസന്നിധിയിലേക്ക് ഓടി ഇതിനൊരു നീക്കുപോക്ക് കാണുവാൻ പരിശ്രമിക്കുന്നത്. വചനത്തിൽ ഉടനീളം എപ്പോഴും നാം വായിക്കുമ്പോൾ ഇപ്രകാരമുള്ള പല കാര്യങ്ങളും നാം കാണുവാൻ ഇടയായിട്ടുണ്ട്. സ്വന്തം ബുദ്ധിക്ക് അല്ലെങ്കിൽ സ്വന്തം യുക്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കുന്നവരും പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിതമായി പ്രവർത്തിക്കുന്നവരെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ കർത്താവ് വ്യക്തമായി നമ്മോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക, എന്നിൽ കൂടല്ലാതെ പിതാവിലേക്ക് ആർക്കും എത്തുവാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, പിതാവിൽ നിന്ന് ലഭ്യമാകേണ്ട ഉത്തരം ലഭ്യമാകണമെങ്കിൽ പോലും പുത്രനായ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, എല്ലാ നാമത്തിലും മേലായ നാമം, വല്ലഭത്വമുള്ള നാമം കർത്താവിൻ്റെ നാമമാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു നാമമാണെന്നാണ് പറയുന്നത്. എന്നിട്ടും പലപ്പോഴും നാം ആ നാമത്തെ മറന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അല്പനേരം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കൈപ്പേറിയ അവസ്ഥയായാലും പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമുക്കതിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ, നമ്മളെ ശക്തനാക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ നാമമാണ് എല്ലാത്തിനും ഉപരിയെന്ന് നാം മനസ്സിലാക്കണം. ആ നാമത്തിൽ നാം ആശ്രയിക്കുമ്പോൾ, ആ നാമത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുവാൻ ഇടയാകുക മാത്രമല്ല, സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവമാക്കുവാൻ ഇടയാകും. അല്പസമയം നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയർ 2 അധ്യായം 9 അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം അവന് നൽകി. സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം അവന് നൽകി.
കർത്താവിനെ പറ്റി ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന കാര്യമാണ്. ദൈവം ആ എല്ലാ നാമത്തിലെക്കാട്ടി മേലായ നാമമാക്കി ഉയർത്തിയത് കർത്താവിനെയാണ്. കർത്താവ് ഈ ഭൂമുഖത്ത് ഏകജാതനാകുകയും കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും യാതനകളും സഹിച്ച് സ്വയം യാഗമായി അർപ്പിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതിനെ മറികടക്കുവാൻ പിന്നെ ഒരു നാമവുമില്ല. മരിച്ചുയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയായിരുന്നു കർത്താവ്. നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കത്തക്കവണ്ണം ഒരു ഉയർപ്പെഴുന്നേറ്റമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പൗലോസ്ലീഹ പറയുന്നത് എല്ലാ നാമത്തിലും മേലായ നാമമാക്കി തീർത്തെന്നാണ്. അതിൻ്റെ നാം 10ഉം 11ഉം വായിക്കുമ്പോൾ അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. ഇവിടെ നാം നോക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സകല സ്വർലോകരും ഭൂലോകരും അധോലോകരും മുടങ്കാലുകളൊക്കെ മടക്കും. അതായത് വേറെ ഒന്നുമില്ല. സ്വർലോകരും ഭൂലോകരും അധോലോകരും എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും, അതായത് എല്ലാ മണ്ഡലങ്ങളും അതിൽ ഒതുങ്ങിയിരിക്കുന്നു. അവരൊക്കെ മുഴങ്ങാലും മടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ നാം നോക്കുകയാണെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ചിലപ്പോൾ ഇന്ന് ഒരു വലിയൊരു വേദനയുടെ താഴ്വരയിലായിരിക്കും കടന്നു പോകുന്നത്. അത് പലവിധ പ്രതികൂല സാഹചര്യങ്ങളുള്ള വേദനയായിരിക്കും. ചിലപ്പോൾ ഈ നാളുകളിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ഉപരിപഠനത്തിനായി പരിശ്രമിക്കുന്ന പല മാതാപിതാക്കൾ അവരുടെ പരിശ്രമത്തിനൊത്തവണ്ണം ആ കാര്യങ്ങൾ ഒരുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞുങ്ങളും ആ മാതാപിതാക്കളും ഒരു ഭാരത്തിലായിരിക്കും. പലവിധ കാര്യങ്ങൾക്കായി ഇന്ന് ലോകത്തിൽ പല നിയമങ്ങൾ മാറുമ്പോൾ, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യത്തിൽ അവിടെ പോയി സ്ഥിരതാമസത്തിനായി എല്ലാ കാര്യങ്ങളും സമ്പത്തും ചെലവാക്കി അവിടെ കടന്നു ചെന്നിട്ട് ഇന്ന് അനിശ്ചിതത്തിൻ്റെ മധ്യത്തിലാണെങ്കിൽ അതൊരു ഭാരമായിരിക്കും. ചിലപ്പോൾ വൈദ്യശാസ്ത്രം ഇതിന് ഒരു നീക്കുപോക്ക് ഇല്ലെന്ന് ഉള്ള ഒരു അസുഖത്തെ പറ്റി കേൾവിയുണ്ടെങ്കിൽ അതൊരു ഭാരമായിരിക്കും. പക്ഷെ ഇവിടെ നാം മറന്നു പോകുന്നത് ഇവയൊക്കെ അതിജീവിച്ച കർത്താവാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന്. ആ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. ഇന്ന് നിന്റെ മക്കൾക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉപരിപഠനത്തിനായി വഴി തുറന്നിട്ടില്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം അവനായി അല്ലെങ്കിൽ അവൾക്കായി മറ്റൊരു പുതിയ വാതിൽ തുറന്നിരിക്കും. അത് ഇതിനെക്കാട്ടി ശ്രേഷ്ഠമേറിയായിരിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായതായിരിക്കും. നാം ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്തകൾക്ക് പരിമിതിയിൽ ചിന്തിക്കുമ്പോൾ അതിനെക്കാട്ടി ഉപരി പ്രവർത്തിക്കുവാൻ കഴിയുന്നുള്ള ദൈവം നമുക്കായി ഒരു വഴിയും വാതിലും ഒരുക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് നിയമങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾക്കുള്ളിൽ തന്നെ ദൈവം നമുക്ക് വേണ്ടി വാതിലും വഴിയും ഒരുക്കി യഥാസ്ഥാനപ്പെടുത്തി വരും. എന്ത് അസ്വസ്ഥാനാരോഗ്യത്തിൽ കടന്നുപോയി കൊള്ളട്ടെ, എൻ്റെ കർത്താവിൻ്റെ കരസ്പർശം തൊട്ട് കഴിഞ്ഞാൽ ആ ക്ഷണം, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ, സൗഖ്യമാകുക എന്നുള്ളൊരു ശബ്ദം കേൾക്കുമ്പോൾ ആ ക്ഷണം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും. പക്ഷെ അതെപ്പോഴാണ്? എല്ലാ നാമത്തിലും മേലായ നാം എൻ്റെ കർത്താവിൻ്റെ നാമമാണെന്ന് പ്രഖ്യാപിക്കുവാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ നാവ് കൊണ്ട് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, സഭകളിലായാലും ഇടവകളിലായാലും നാം ആയിരിക്കുന്ന ശുശ്രൂഷകളിലായിരിക്കും, പ്രാർത്ഥനയോഗ എവിടെയായാലും പറയണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് നന്ദി സ്തോത്രം എന്ന് പറയാൻ നാം പലപ്പോഴും അത് കേൾക്കുവാൻ കഴിയാതെ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തു അത് ചെയ്തെന്നൊക്കെ നാം കേൾക്കും. പക്ഷെ പലപ്പോഴും കർത്താവിൻ്റെ പേര് അവിടെ അറിയാതെ ചിലപ്പോൾ ഒന്ന് വന്നു പോകും. കേൾക്കുന്നത് ഞാൻ എന്നുള്ള കാര്യങ്ങൾ വിട്ട് എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ ക്ഷണവും ഓരോ ശ്വാസത്തിലും എന്നെ വഴി നടത്തുന്നതെന്ന് നാം
യഥാർത്ഥമായി നാം ദൈവത്തിന് സ്തോത്രം കരയറ്റാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിന് യഥാർത്ഥമായ മാറ്റത്തിൻ്റെ കാറ്റ് വീശുവാൻ ആരംഭിക്കും. ഞാൻ മുമ്പോട്ട് പോട്ടെ. അപ്പോസ്തല പ്രവൃത്തി 11:26 ഇപ്രകാരമാണ് പറയുന്നത്. അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു വർഷം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായി ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്. അവരൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്നുള്ള പേരിന് സാഹചര്യം ഒരുക്കിയത്. ഒരു മനസ്സോടെ ഒരുമിച്ചുള്ള പ്രവർത്തനം. അവരുടെ മധ്യത്തിൽ കർത്താവിന് മഹത്വമല്ലാതെ വേറെ വ്യക്തികൾക്കോ മറ്റൊന്നിനും മഹത്വമില്ലായിരുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവായിരുന്നു എല്ലാം. അവരുടെ നാവിൽ എപ്പോഴും ഈ കർത്താവിനെ പറ്റിയുള്ള സാക്ഷ്യവും ശുശ്രൂഷകളും മാത്രമായിരുന്നു. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നുള്ള പേര് ലഭ്യമാകുവാൻ നാം ഇടയായത്. ഇന്ന് യഥാർത്ഥത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ക്രിസ്തുവിന് ലജ്ജിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ എൻ്റെയും നിങ്ങളുടെയും പലരുടെയും ജീവിതത്തിൽ ഇന്ന് കാണുവാൻ ഇടയാകുന്നത്. യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും സാന്ത്വനവും കരുണയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായി തീരണം. ഞാൻ മുമ്പോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16:23-24 വായിക്കുമ്പോൾ, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകോളം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറയുന്ന വാക്കുകളാണ്. അതെപ്പോഴാണ്? എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ. അപ്പോൾ കർത്താവിൻ്റെ മധ്യസ്ഥതയിൽ നാം എന്തു ചോദിച്ചാലും, എൻ്റെ പ്രിയ സഹോദരി, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകോളം നൽകുമെന്ന് പറയുമ്പോൾ ആ ചോദിക്കുന്ന കാര്യങ്ങൾ അപ്രകാരമായിരിക്കണം. നാം നമ്മുടെ പരിമിതിക്കുള്ളിൽ പരിസ്ഥിതിക്ക് അനുസരിച്ച് ഉള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ മറ്റുള്ളവൻ്റെ കാര്യത്തിലേക്ക് കടന്നു നിന്ന് അവൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ അപ്രകാരമായി തീരണമെന്നുള്ള ചിന്തകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ലഭ്യമാണ്. നാം എന്തു ചോദിച്ചാലും നീതിയോടുള്ള ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരമരുളും. അപ്പോസ്തല പ്രവൃത്തി 9:34 ഇപ്രകാരമാണ് പറയുന്നത്. പത്രോസ് അവനോട് ഐനിയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക വിരിക്കുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ഇവിടെ നാം നോക്കുമ്പോൾ യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുക. പത്രോസ് പറയുന്നത്, എഴുന്നേറ്റ് നിന്റെ കിടക്ക വിരിക്ക്. അവൻ ഉടനെ എഴുന്നേറ്റു. നിശ്ചലമായ ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുന്നൊരു വ്യക്തിയോടാണ് പറയുന്നത്, എഴുന്നേറ്റ് നിന്റെ കിടക്ക ഇരിക്കുക. പക്ഷെ ആരുടെ നാമത്തിലാണ് പറയുന്നത്? അതാണ് നാം കേൾക്കേണ്ടത്. കർത്താവിൻ്റെ നാമത്തിൽ പറയുന്നത്, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. പത്രോസിന്റെ നാമത്തിലല്ല, അപ്പോസ്തലന്മാരുടെ നാമത്തിലല്ല, സഭാപിതാക്കളുടെ നാമത്തിലായി, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നെ സൗഖ്യമാക്കുന്നു. ആ സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ജീവിതത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കുക. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം പ്രാപിച്ചെന്ന് പറയുക. അവൻ നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശ് മരണം ഏറ്റിരിക്കുന്നത്. പക്ഷെ ഇന്ന് പലപ്പോഴും ആ ക്രൂശിലേക്ക് നമുക്ക് കണ്ണുയർത്തുവാൻ കഴിയാത്തത് നമ്മുടെ മുമ്പിലുള്ള ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളാണ്. ആ സുഖസൗകര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ദൃഷ്ടിയെ മറച്ചു കളഞ്ഞിരിക്കുന്നു. അതിനപ്പുറമായി
എന്നെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ കഴിയുന്ന, എൻ്റെ വേദനകളുടെ താഴ്വരയിൽ എന്നെ കരം പിടിച്ച് നടത്തുവാൻ കഴിയുന്ന, എൻ്റെ പ്രതിസന്ധികളുടെ താഴ്വരയിൽ നിന്ന് എന്നെ കോരിയെടുക്കുവാൻ കഴിയുന്ന, എൻ്റെ മനോവേദനയ്ക്ക് സ്വാന്തനം നൽകുവാൻ കഴിയുന്ന എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് മതിയെന്ന് പറയുവാൻ കഴിയാതെ നാം ലോകത്തിൽ ഇതിനു വേണ്ടിയുള്ള പ്രതിവിധിക്കായി ഓട്ടത്തോടോട്ടമാണ്. സഹോദര സഹോദരി, ആ ഓട്ടം നിർത്തി ഇന്ന് ആ കർത്താവിൻ്റെ നാമം എല്ലാത്തിലും മേലായ നാമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നെങ്കിൽ അത് ഇന്ന് എന്നോടും നിങ്ങളോടുമാണ് പറയുന്നത്. എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമം മതി എല്ലാത്തിനും മേലായ നാമം. ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് സൗഖ്യവും സമാധാനവും സ്വാതന്ത്ര്യവും വിടുതലും അനുഭവമാക്കുവാൻ കഴിയും. അത് ആ അനുഭവമാക്കണമെങ്കിൽ ആ മേലായ നാമത്തെ നമ്മുടെ നാവിൽ നിന്ന് ഉച്ചരിക്കുവാൻ നാം പഠിക്കണം. വായിക്കട്ടെ 3:6 അപ്പോസ്തലപ്രവൃത്തി 3:6 വായിക്കുമ്പോൾ, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. സുന്ദരമെന്ന ഗോപുരത്തിന്റെ മുമ്പിൽ ആ ദേവാലയത്തിന്റെ അവിടെ അവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പത്രോസ്ലീഹ അവനെ നോക്കുമ്പോൾ അവൻ എന്തെങ്കിലും ലഭ്യമാകുമെന്ന് ചിന്തിച്ച് ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ പറയുന്നത്, വെള്ളിയോ പൊന്നോ എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കുള്ളത് എന്താണ്? എനിക്കുള്ളത് നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇന്ന് നാം ചിന്തിക്കും, എന്തുകൊണ്ട് ഇപ്രകാരമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്കിന്ന് അനുഭവമാക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്രകാരമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പലപ്പോഴും കാണാനോ അനുഭവമാക്കുവാൻ കഴിയാതെ പോകുന്നത്? കാരണം ഇന്ന് എനിക്കുള്ള നാമെന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവിലേക്ക് പൂർണ്ണമായി അധിഷ്ഠിക്കപ്പെട്ട ജീവിതം നയിക്കുന്ന ഇടയന്മാരോ ഇടയശ്രേഷ്ഠന്മാരോ ഇന്ന് വിരളമായിരിക്കുന്നത് കൊണ്ടാണ്. ഇല്ലെന്ന് പറയുന്നില്ല, അപ്രകാരമുള്ള ഇടയന്മാരും ശ്രേഷ്ഠ ഇടയന്മാരും ദാസന്മാരും ഒക്കെ ഉണ്ട്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അനുഭവമാക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ അതിജീവിച്ചുകൊണ്ട് എല്ലാത്തിനും മേലായ നാം എൻ്റെ കർത്താവെന്ന് നാം ജനമധ്യത്തിൽ സാക്ഷീകരിക്കുമ്പോൾ ആ കർത്താവിന് മഹത്വം കൊടുക്കുക മാത്രമല്ല, ആ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ കടന്നു വന്ന് നമ്മളെ ബലപ്പെടുത്തത്തക്കോണം ഇടയാക്കുവാൻ സഹായിക്കും. അതിനായി നമ്മളെ ഒരുക്കുവാൻ കഴിയുന്നുണ്ടോ? ഇവിടെ പത്രോസ്ലീഹ പറയുന്നത് പോലെ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ കർത്താവല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. കർത്താവിനെ തള്ളിപ്പറഞ്ഞവനായിരുന്നു. പക്ഷെ അവൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുക മാത്രമല്ല, കർത്താവിനായി ജീവിക്കുവാൻ അവൻ പഠിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി ആരെയും ഭയപ്പെടാതെ മുന്നേറുവാൻ പഠിച്ചു. അവിടെയാണ് നാം യഥാർത്ഥമായ കർത്താവിൻ്റെ അനുയായികളായി മാറുമ്പോൾ ഉറപ്പും ധൈര്യമോർത്തോടെ ആരുടെ മുമ്പിൽ എൻ്റെ കർത്താവാണ് എനിക്കെല്ലാം എന്ന് പറയുവാൻ നാം ഇടയാകും. ഞാൻ മുമ്പോട്ട് വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 9:40 വായിക്കുമ്പോൾ, പത്രോസ് അവരെയെല്ലാം പുറത്തിറക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതദേഹത്തിന് നേരെ തിരിഞ്ഞ് തബീഥായെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണുകൾ തുറന്നു. പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. നാം വ്യത്യസ്തമായ 3 അത്ഭുതങ്ങളാണ് ഇപ്പോൾ. ഒന്ന്, അവശനായ നിശ്ചലമായ ഒരു അവസ്ഥയിൽ നിന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന, മറ്റൊരു മുടന്തനായി എഴുന്നേറ്റ് നടക്കുവാൻ പറയുന്നു. മൂന്നാമത് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന അവസ്ഥ. ഇതൊക്കെ നാം മനസ്സിലാക്കണം. തള്ളിപ്പറഞ്ഞ പത്രോസാണ്. അതായത് കർത്താവിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു പോയ പത്രോസ് തിരിച്ച് വന്ന് പ്രവർത്തിക്കുമ്പോൾ എത്ര വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നാം കാണുവാൻ ഇടയാകുന്നത്. ഇന്ന് നാം കർത്താവിനെ തള്ളിപ്പറഞ്ഞൊരവസ്ഥയാണ്. നാം വിചാരിക്കും, നമ്മുടെ ഇവിടെ തള്ളിപ്പറയുന്നത്. കർത്താവിനെ നാം എല്ലായിടത്തും സ്തുതി സ്തോത്രങ്ങളോടെ ഉയർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, സാഹചര്യങ്ങൾക്കൊത്തവണ്ണം നാം ക്രിസ്ത്യാനിയും അല്ലാതെ ആകുന്നുണ്ടെങ്കിൽ നാം കർത്താവിനെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ്. പ്രിയ സഹോദര സഹോദരി, ഞാൻ എവിടെയായാലും ഞാനൊരു ക്രിസ്ത്യാനിയാണ്.
എൻ്റെ ഔദ്യോഗിക രംഗത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ സാമൂഹിക ജീവിതത്തിലൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഞാൻ എവിടെ ആയിരിക്കും ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ യഥാർത്ഥമായ അനുയായികളുടെ സ്വഭാവമുള്ളവരായി മാറണം. അല്ലാതെ ഔദ്യോഗിക രംഗത്ത് വേറൊരു മുഖം, സാമൂഹിക രംഗത്ത് വേറൊരു മുഖം, കുടുംബജീവിതത്തിൽ വേറൊരു മുഖം, ആത്മീയ രംഗത്ത് വേറൊരു മുഖം. ഇത് ക്രിസ്ത്യാനിയല്ല. ക്രിസ്തു നമ്മോട് കൂടെ ഇല്ല. അന്നേരം ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എല്ലായിടത്തും കാണും. അവൻ ക്രിസ്തുവിനെ കൊണ്ട് എല്ലായിടത്തും കടന്നു പോകാൻ ഇടയാകും. ഇന്ന് പലപ്പോഴും നമുക്ക് അങ്ങനെ കടന്നു പോകാൻ ഇടയാകാതെ ഇരിക്കുന്നത് നാം ചെല്ലുന്ന സ്ഥലം അപ്രകാരം വിശുദ്ധിയല്ലാത്ത സ്ഥലമായിരിക്കുകയില്ല. അവിടെ കർത്താവിന് കടന്നു വരുവാൻ കഴിയില്ല. അപ്പോൾ നാം ഏത് സാഹചര്യത്തിലേക്ക് കടന്നു വന്ന് നാം ആരെയാണ് നമ്മുടെ ഭവനത്തിലേക്ക് ആനയിക്കുന്നത്, നാം ആരുടെ ഭവനത്തിലേക്കാണ് കടന്നു പോകുന്നത്, അവിടെയൊക്കെ കർത്താവിന് കടന്നു വരുവാൻ കഴിയുമോ എന്നൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ തന്നെ വിടുവിക്കപ്പെടുവാൻ ഇടയാകും. പോട്ട് വായിക്കട്ടെ, മത്തായിയുടെ സുവിശേഷം 8:29 വായിക്കുമ്പോൾ, അവർ നിലവിളിച്ചു, അവർ നിലവിളിച്ചു, ദൈവപുത്ര ഞങ്ങളോട് നിനക്ക് എന്ത് കാര്യം? ദൈവപുത്ര ഞങ്ങളോട് നിനക്ക് എന്ത് കാര്യം? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കുവാൻ സമയത്തിന് മുമ്പേ ഞങ്ങളെ പീഡിപ്പിക്കുവാൻ നീ ഇവിടെ വന്നുവോ എന്ന് ചോദിച്ചു. നീ ഇവിടെ വന്നുവോ എന്ന് ചോദിച്ചു. അതോ ലോകത്തിലുള്ള പൈശാചിക ശക്തികളാണ് അവിടെ സംസാരിക്കുന്നത്. നീ എന്തിനാ ഞങ്ങളെ വന്ന് പീഡിപ്പിക്കുന്നത്? അപ്പോൾ വചനത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർലോകവും ഭൂലോകവും അധോലോകവും മുട്ട് മടങ്ങുമെന്ന് പറയുമ്പോൾ യഥാർത്ഥമായ മുട്ടുമടങ്ങും. ഇന്ന് മുട്ടുമടങ്ങാത്തത് ആരാന്ന്? ഭൂലോകത്തിലുള്ളവർക്കേ ഉള്ളത്. സ്വർലോകത്തിലോ അധോലോകത്തിലുള്ളവർ ഇന്നും ആ നാമത്തെ ഭയപ്പെടുന്നു, ഇന്നും ആ നാമത്തിന് മുമ്പ് മുട്ടുമടങ്ങുന്നു. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകർക്ക് ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജീവിതം. സ്വയം താഴ്ത്തുവാൻ കഴിയാത്ത അവസ്ഥ. ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്ന ദൈവസന്നിൽ നമ്മളെ തന്നെ താഴ്ത്തി മുട്ടുമടങ്ങി അവനെ സ്തോത്രം പറയുകയും അവനല്ലാതൊരു നാമമില്ലെന്ന് നാം ജനമധ്യത്തിൽ പറയുമ്പോഴാണ് യഥാർത്ഥമായി ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇടയാകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4:12 ഇപ്രകാരമാണ് പറയുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുവനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഈ ഭൂമുഖത്തിൽ നിന്ന് ഒരു രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. ഞാൻ ഏത് സഭയാണെന്നോ, ഏത് ശുശ്രൂഷയാണെന്നോ, ഏത് പ്രാർത്ഥനാക്കാരനാണോ, എവിടെ പോകണോ, ഏത് പള്ളിയിൽ പോകുന്നു, ഇടവക പോകുന്നൊന്നും അവിടെ ഒരു ചോദ്യമില്ല. പ്രാകം ഞാൻ ഏത് സഭക്കാരനാണ് അല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്? എൻ്റെ കർത്താവിനെയാണോ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്? എൻ്റെ കർത്താവിനാണോ ഞാൻ മഹത്വം കൊടുക്കുന്നത്? അതോ ഞാൻ മറ്റുള്ളവർക്കാണോ മഹത്വം കൊടുക്കുന്നത്? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയ സഹോദര സഹോദരി. ഇന്ന് ലോകത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ പ്രയാസങ്ങളും വേദനകളും പ്രതിസന്ധികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അസമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്, നാളെ എന്ത് ഭവിക്കുമെന്നുള്ള ഭാരത്തോടെ കടന്നു വന്ന ഒരു കാലയളവ്, പുതിയ അനാരോഗ്യങ്ങളും അസ്വസ്ഥതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്, എവിടെ നോക്കിയാലും വീർപ്പുമുട്ടിൻ്റെ അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ. എങ്കിലോ അതിൻ്റെ മധ്യത്തിൽ സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ നാം ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ കഴിയും. ഏറ്റവും അവസാനമായി അപ്പോസ്തല പ്രവൃത്തി 2:12 പറയുന്നത്, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പം രക്ഷയിലേക്കുള്ളൊരു വാതിൽ തുറക്കുന്നത് കർത്താവാണ്. ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നടത്തുന്നത് പിതാവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ എന്നെ കേൾക്കുന്ന ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, ഈ ഒരു സാഹചര്യം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയും. ആ മാറ്റം എന്ന് പറയുമ്പോൾ കർത്താവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു കടന്നു വന്ന് കർത്താവിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും മേലായ നാമം എൻ്റെ കർത്താവിൻ്റെ എന്ന് നമ്മുടെ നാവ് കൊണ്ടൊന്ന് പ്രഘോഷിക്കുവാൻ കഴിയുമെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസം ഏതായാലും പ്രതിസന്ധി ആയാലും
ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും. നമ്മുടെ തലകണെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശീസ്വറുസുധാംനാഥ അവിടുത്തെ കർത്താവ് ഈ സമയത്ത് തൻ്റെ ജനത്തെ നയിക്കുവാൻ തന്ന വലിയ സാവകാശത്തിനായ സ്തോത്രം. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനതയും കണക്കിടാതെ കർത്താവേ, അവിടുന്ന് ഈ കേൾക്കുക വചനം കർത്താവ് യഥാർത്ഥമായ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ കർത്താവ് എപ്രകാരം അപ്പോസ്തല പിതാക്കന്മാർക്ക് അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു, അസ്വസ്ഥ അനാരോഗ്യത്തിലുള്ള വിടുവിക്കുവാൻ കഴിഞ്ഞു. അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഈ ഭൂമുഖത്ത് കാണത്തക്കോണം കർത്താവെ. വേദനയുടെ താഴ്വരയിൽ കടന്നു പോകുന്നവർക്ക്, അസ്വസ്ഥയുടെ മധ്യത്തിൽ കടന്നു പോകുന്നവർക്ക് കർത്താവെ, നിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം ഉണ്ടെന്ന് പറയത്തക്കോണം കർത്താവെ, ജീവിത സാക്ഷ്യം പറയത്തക്കോണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങേ മഹത്വപ്പെടുത്തത്തക്കോണം കർത്താവെ, ഇടയങ്ങളുടെ നാവുകളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുറവ് ഞങ്ങളുടെ വിലങ്ങളും ക്ഷമിച്ചുകൊണ്ട് കർത്താവെ, എൻ്റെ മഹത്വത്തിനൊത്തോണം നീ ഞങ്ങളെ വഴി നടത്തണം. നീ സാക്ഷിക്കുന്നു പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.